പിണറായി സർക്കാരിന്റെ ധൂർത്തിന്റെ ഇമ്പാക്ട്. സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കാൻ പോലും ഖജനാവിൽ പണമില്ല. കേരളീയം പരിപാടിയുടെ പേരിലും നവകേരള സദസ്സിന്റെ പേരിലും സർക്കാർ കാണിച്ച ധൂർത്ത് ചില്ലറയൊന്നുമല്ല. കേന്ദ്രത്തിൽ നിന്ന് 4122 കോടി രൂപ സഹായമായി ലഭിച്ചിട്ടും 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിനുള്ള നികുതി വിഹിതത്തിന്റെ ഭാഗമായി 2736 കോടിയും IGSTയുടെ വിഹിതമായ 1386 കോടിയും ചേർത്ത് 4122 കോടിയാണ് കിട്ടിയത്. പൊതുവെ ഈ തുക മാർച്ച് അവസാനമാണ് ലഭിക്കേണ്ടത്. കേരളത്തിന്റെ കനത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് കേന്ദ്രം ഈ തുക നേരത്തെ നൽകുകയായിരുന്നു. എന്നാൽ ഇതുകൊണ്ടും കാര്യമില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ സംസ്ഥാന സർക്കാർ. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ജീവനക്കാരുടെ ശമ്പള വിതരണം. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും പോലീസിനും മറ്റു ചില വിഭാഗങ്ങൾക്കും 1-ാം തീയതിയാണ് ശമ്പള വിതരണം. എന്നാൽ 15 വർഷത്തിനു ശേഷം ഇത് ആദ്യമായാണ് ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് ട്രഷറി ഡയറക്ടറുടെ വിശദീകരണം. വിരമിച്ച ഉദ്യോഗസ്ഥർക്കുള്ള പെൻഷനും ഭൂരിഭാഗം അക്കൗണ്ടുകളിലും ഇതുവരെ എത്തിയിട്ടില്ല. അതേസമയം ലോക്സഭാ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാമൂഹിക പെൻഷൻ എങ്കിലും പ്രഖ്യാപിക്കണമെന്ന ആഗ്രഹം സർക്കാരിനുണ്ട്. എന്നാൽ നിലവിൽ അതിനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. സാമൂഹിക പെൻഷന്റെ 6 മാസത്തെ കുടിശ്ശികയടക്കം ഏകദേശം 40,000 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് മുന്നിലുള്ളത്. വായ്പാ തിരിച്ചടവ്, ശമ്പള പെൻഷൻ വിതരണം, കരാർ കുടിശ്ശിക, ആനുകൂല്യ വിതരണം തുടങ്ങിയ സാമ്പത്തിക വർഷാവസാനം നിർവഹിക്കേണ്ട ചെലവുകൾ മാത്രം 22,000 കോടിയോളം വരും. കൂടുതൽ വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചാലല്ലാതെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേരളത്തെ പിണറായി സർക്കാർ ഭരിച്ചു മുടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പ്രതിസന്ധിയിലും സർക്കാരിന്റെ ധൂർത്തിനു മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ല. ഇങ്ങനെ പോയാൽ ഇവർ കേരളം തന്നെ വിൽക്കും. ആ അവസ്ഥയിലോട്ടാണ് പിണറായി സർക്കാരിന്റെ പോക്ക്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.